പാരിസൊക്കെ വെച്ചിട്ട് ഒരു പുൽക്കൂട് സെറ്റാക്കുന്നതാണ്. അത് നമ്മളിപ്പം പതുക്കെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉണങ്ങി അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് പെട്ടെന്ന് പുൽക്കൂട് ഉണ്ടാക്കണം എന്നാൽ അധികം കോസ്റ്റ് ഒന്നും ആവാൻ പാടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പുൽക്കൂട് സെറ്റപ്പാണ്. വേറൊന്നുമല്ല, തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തെർമോക്കോൾ എടുത്തിട്ട് ഇങ്ങനൊരു പീസ് എടുത്തിട്ട് 30 സെൻറ്റിമീറ്റർ, കറക്റ്റ് 30 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു സെയിം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് സ്ക്വയർ, ഇത് നമ്മളിനി കട്ട് ചെയ്തെടുക്കണം സ്ക്വയറായിട്ട്. ഇതാണ് നമ്മളെ ബേസ് വരുന്നത്. ആദ്യം നമ്മൾ കാണിച്ച ആ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ സെയിം തെർമോക്കോൾ ഷീറ്റിൽ നിന്ന് തന്നെ മതി നീളത്തിന് തൂണ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുക്കണം. മാർക്ക് ചെയ്തിട്ട് കനം കുറഞ്ഞ പീസായാലും മതി. ഇങ്ങനെ 4 പീസ് നമ്മൾ വെട്ടിയെടുക്കണം. എന്നിട്ട് ഞാൻ അത് എങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ബേസിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് 4 കാല് പോലെ, തൂണ് പോലെ. എനിക്ക് കുറേ അബദ്ധങ്ങൾ ഇതിൻ്റെ അകത്ത് പറ്റി. നിങ്ങൾക്ക് മാക്സിമം അത് പറ്റാതിരിക്കുക, കാരണം ഇതിന് ബലം കുറവായിരുന്നു. തെർമോക്കോളിൻ്റെ ആയതുകൊണ്ട് ബലം കുറവായിരുന്നു. മാക്സിമം നിങ്ങൾ ഈ 4 കാലായിട്ടാണ് വെട്ടിയെടുക്കുന്നെങ്കിൽ അതിൽ ഉള്ളിൽ സപ്പോർട്ടിന് എന്തെങ്കിലും തടിക്കഷ്ണോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയൊരു പീസായിട്ട് മതിൽ പോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ഇതായതുകൊണ്ട് കാറ്റത്തൊക്കെ ഈ പുൽക്കൂട് ആടാൻ ചാൻസ് ഉണ്ട്. ഞാനപ്പോൾ അത് ഓർക്കാതൊന്ന് സെറ്റ് ചെയ്തത്. അതുപോലെ സെയിം നീളത്തിന് പിന്നെയും കുറച്ച് കാലുകൾ സെറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ മേൽക്കൂരയായിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതുവരെ ചരിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ അളവെടുത്ത് ഞാൻ മുമ്പേ ബേസിന് കട്ട് ചെയ്ത പോലെ തന്നെ 2 ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മേൽക്കൂരയായിട്ട് സെറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഒട്ടിക്കുന്നത്. അതാകുമ്പം ഉടനെ തന്നെ ഒട്ടിക്കിട്ടും. ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ ഗം തേച്ചു പഞ്ഞിയിട്ട് താഴെയിട്ട് സ്റ്റോ തീമാണ് ഞാൻ ഉദ്ദേശിച്ച പുൽക്കൂട്. അതുകൊണ്ടാണ് പഞ്ഞി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തത്. ഞാൻ എടുത്ത കാലിന് കുറച്ച് നീളം കൂടുതലായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നീളം കുറച്ചെടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിയത്. ഞാൻ ഇതിൽ ഓരോരോ രൂപങ്ങളായിട്ട് വെക്കുന്നുണ്ട്. ഓരോന്ന് പതുക്കെ ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പം കറക്റ്റ് പെർഫെക്റ്റായിട്ട്. ഇതിനെ പെട്ടെന്ന് ടൈമില്ലാതെ തട്ടിക്കൂട്ടിയ ഒരു പുൽക്കൂടാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം മിസ്റ്റേക്കുകൾ മാറ്റിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.